ബയോളജി വ്ലോഗ്സ്. അപ്പോൾ HSA നാച്ചുറൽ സയൻസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് സെൽ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടുള്ള സെൽസിനെ പറ്റിയും സെൽ തിയറിയെ പറ്റിയും പിന്നെ പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ മെയിനായിട്ടും സെൽ ഓർഗനൽസിനെ പറ്റിയും അതിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ടും ഫസ്റ്റ് ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് ന്യൂക്ലിയസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മർമ്മം അല്ലേ, കോശത്തിൻ്റെ മർമ്മം എന്നറിയപ്പെടുന്ന ബ്രെയിൻ ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന ഒരു ഓർഗനലാണ് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഡെൻസ് സ്ഫെറിക്കൽ ബോഡിയാണ് ലൊക്കേറ്റഡ് നിയർ ദ സെൻറ്റർ ഓഫ് ദി സെൽ. ഡെൻസ് സ്ഫെറിക്കൽ ബോഡിയാണ്, അത് സെല്ലിൻ്റെ സെൻട്രലിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയസിനെ ബ്രെയിൻ ഓഫ് ദി സെൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 10 to 25 മൈക്രോമീറ്റർ ആണ്. പ്രസൻറ്റ് ഇൻ ഓൾ ദ സെൽസ് എക്സെപ്റ്റ് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് സീവ് ട്യൂബ് സെൽസ്. അതായത് ഏത് സെൽസ് എടുത്താലും അതിൽ ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBCയിലും സീവ് ട്യൂബ് സെൽസിലും ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. വെൽ ഡെവലപ്ഡ് ഇൻ പ്ലാന്റ് ആൻഡ് അനിമൽ സെൽസ്, ഡെവലപ്ഡ് ഇൻ ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗി. അതായത് ബാക്ടീരിയയിലും ബ്ലൂ ഗ്രീൻ ആൽഗി സൈനോ ബാക്ടീരിയയിലൊക്കെ എടുത്താൽ അവർക്ക് ന്യൂക്ലിയസ് ആസച്ച് ഇല്ല, പക്ഷേ അവർക്ക് അനുപരം ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന റീജിയനാണ് ഉള്ളത്. മോസ്റ്റ് ഓഫ് ദി സെൽസ് ആർ ന്യൂക്ലിയേറ്റഡ് ഹാവിങ് ഓൺലി വൺ ന്യൂക്ലിയസ്. മോസ്റ്റ് ഓഫ് ദി സെൽ എടുക്കുകയാണെങ്കിലും ഒരു ന്യൂക്ലിയസേ കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ ന്യൂക്ലിയേറ്റഡ് സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഫ്യൂ ടൈപ്സ് ഓഫ് സെൽസിൽ എന്താണ് മോർ ദാൻ വൺ ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽ സെൽസ് ആണ്. ഓക്കെ, ഇനി ന്യൂക്ലിയസിൻ്റെ ക്ലോസർ വ്യൂ ആണ് ഈ കാണപ്പെടുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിനെ നമ്മൾ കുറച്ചും കൂടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് അതിൻ്റെ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് ഒരു സ്ഥലം അഥവാ ഒരു എൻവലപ്പ് ഉണ്ട്. അപ്പോൾ ആ എൻവലപ്പിന് എന്താ പറയുന്നത്, ന്യൂക്ലിയർ എൻവലപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ എൻവലപ്പിലാണ് എന്തുള്ളത്, ന്യൂക്ലിയർ പോറസ് ഉള്ളത്. അതായത് ന്യൂക്ലിയസിനകത്തേക്കും പുറത്തേക്കുമുള്ള പ്രോട്ടീൻ ട്രാഫിക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള പോർസ്, സുഷിരങ്ങളെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന കുറച്ച് ഭാഗങ്ങളെ, ഇത് ന്യൂക്ലിയസിനകത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ വളരെ ഡെൻസ് ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് റീജിയൻസ് ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയോലസ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ക്രൊമാറ്റിനുണ്ട്, പിന്നെ ന്യൂക്ലിയോ പ്ലാസം ഉണ്ട്. ഇതെല്ലാം തന്നെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന റീജിയൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത്. സെല്ലിൻ്റെ ന്യൂക്ലിയസിലാണ് ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത്. പക്ഷേ 2 ഓർഗനൽസിൽ അവരുടേതായ ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നുണ്ട്. അതായത് മൈറ്റോകോൺട്രിയയിലും അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ അതിന് ചുറ്റും കാണപ്പെടുന്നുണ്ട്. അതുപോലെ ന്യൂക്ലിയർ മെംബ്രെയിനിൽ എന്തുണ്ട്, പോർസ് ഉണ്ട്. ഈ പോറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 80 to 100 നാനോമീറ്റർ ആണ്. കളർലെസ് ഡെൻസ് സാപ്പ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് നോൺ ആസ് ന്യൂക്ലിയർ പ്ലാസം. അതായത് ന്യൂക്ലിയസിനകത്ത് കളർലെസ് ആയിട്ടുള്ള വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു സാപ്പ് കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയപ്പെടുന്നത്. ഇനി ന്യൂക്ലിയോ പ്ലാസത്തിൽ എന്തുണ്ട്, റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നു. നെറ്റ്വർക്ക് ഓഫ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ്. അപ്പം ഈ ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയോ പ്ലാസത്തിലാണ് ന്യൂക്ലിയോലസും അതുപോലെ തന്നെ ക്രൊമാറ്റിൻ ഫൈബേഴ്സും കാണപ്പെടുന്നത്. ഓക്കെ, ഫൈബേഴ്സ് ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെന്താണ് കാണപ്പെടുന്നത്, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സിൽ അടങ്ങിയിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്തുണ്ട്, പ്രോട്ടീൻ, ഹിസ്റ്റോൺ എന്നറിയപ്പെടുന്ന പ്രോട്ടീനും ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സിൽ DNA കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ദീസ് ഫൈബേഴ്സ് കണ്ടൻസ് ടു ഫോം ക്രോമസോംസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. അങ്ങനെയുള്ള ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, ക്രോമസോംസ് ആയിട്ട് മാറുന്നു. ഈ സെൽ ഡിവിഷൻ്റെ സമയത്ത്, കോശ വിഭജന സമയത്താണ് ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോംസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അത്രയാണ് ന്യൂക്ലിയസിനെ പറ്റിയും നമ്മുടെ അതിലെ ഓരോ സ്ട്രക്ചേഴ്സിനെ പറ്റിയും പറയാനുള്ളത്.
ന്യൂക്ലിയസിന് ചുറ്റും ഡബിൾ ലെയേർഡ് ആയിട്ടുള്ളൊരു കവറിങ് കാണപ്പെടുന്നുണ്ട്. അതിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നുണ്ട്. ഈ ന്യൂക്ലിയർ മെംബ്രെയിനിൽ എന്തുണ്ട്? പോർസ് അഥവാ സുഷിരങ്ങളുണ്ട്. അതിന് ഏകദേശം 80 to 100 നാനോമീറ്റർ വരെ ഡയമീറ്റർ വരുന്നുണ്ട്. അതുപോലെ അതിനുള്ളിൽ കളർലെസ് ആയിട്ടുള്ള വളരെ ഡെൻസ് ആയിട്ടുള്ള എന്തുകൊണ്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയോ പ്ലാസം എന്നാണ് പറയുന്നത്. ഈ ന്യൂക്ലിയോ പ്ലാസത്തിലാണ് റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് അവിടെയാണുള്ളത്. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ DNA-യും അതുപോലെ DNA അറ്റാച്ച് ചെയ്തിട്ട് ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും കാണപ്പെടുന്നത്. സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോംസ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയസിൻ്റെ ക്ലോസർ വ്യൂ ഒന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ക്രോമസോംസിൽ എന്താ ഉള്ളത്? സ്ട്രെച്ചസ് ഓഫ് DNA ആണ് ഉള്ളത് അല്ലേ? ആ സ്ട്രെച്ചസ് ഓഫ് DNA സീക്വൻസിനെയാണ് നമ്മൾ ജീൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, നമ്മൾ ഈ ക്രൊമാറ്റിൻ ഫൈബർ ഇങ്ങനെ വലിച്ച് നീട്ടുവാണെങ്കിൽ അവിടെ എന്താണുള്ളത്? നമ്മുടെ DNA കാണപ്പെടുന്നുണ്ടല്ലേ? അപ്പോൾ ഈ DNA-യിൽ ഒരു സീക്വൻസ് എടുക്കുവാണെങ്കിൽ, കുറച്ച് സ്ട്രെച്ചസ് ഓഫ് സീക്വൻസ് എടുക്കുവാണെങ്കിൽ ആ ഒരു സ്ട്രെച്ച് ഓഫ് സീക്വൻസിനെയാണ് നമ്മൾ ജീൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ എക്സ്പ്രഷനെയും കൺട്രോൾ ചെയ്യുന്ന ഓരോ ജീൻസ് ഉണ്ട്. DNA സീക്വൻസസ് ആണ് ഓരോ എക്സ്പ്രഷനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ജീൻസ് ട്രാൻസ്ഫർ ദ ഹെറിഡിറ്ററി ഇൻഫോർമേഷൻ ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ. അതായത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് ഫോമിലാണ്? ജീൻസിൻ്റെ ഫോമിലാണ്. ജീൻസാണ് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുന്നത്. ഇനി ന്യൂക്ലിയസിൻ്റെ ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ control all the cell activities like metabolism, protein synthesis, growth and cell division, nucleolus synthesis, ribonucleic acid, RNA to constitute ribosomes. അപ്പോൾ ന്യൂക്ലിയോലസിൽ സിന്തസൈസ് ചെയ്യുന്ന എന്താണ്? റൈബോന്യൂക്ലിക് ആസിഡ് അഥവാ RNA ആണ്. എന്ത് ചെയ്യും? അതിനുശേഷം ഇത് റൈബോസോംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്? നമ്മുടെ ജീൻസ്, ഹെറിഡിറ്ററി ഇൻഫോർമേഷൻ ആയിട്ടുള്ള ജീൻസ്, DNA ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട് ഈ DNA സ്ട്രെച്ചസിന് നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ DNA ചുറ്റി കാണപ്പെടുന്നത് എന്താണ്? ഈ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീന് ചുറ്റിയാണ് നമ്മുടെ DNA കോമ്പാക്ട് ചെയ്ത് കാണപ്പെടുന്നത്. അങ്ങനെ കുറച്ചും കൂടെ കോമ്പാക്ട് ചെയ്ത് കാണുന്നു. നോക്കിയേ, ക്രൊമാറ്റിനായിട്ട് മാറുന്നു. അങ്ങനെ ഒരു ത്രെഡ് ലൈക്ക് ഫോം എടുക്കുന്നു. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സൂം ചെയ്ത ഇമേജാണ്. ഈ DNA-യും ഈ ന്യൂക്ലിയോടൈഡ്സും ജീൻസും ഒക്കെ എന്ന് പറയുന്നത് ഈ ക്രൊമാറ്റിൻ ഫൈബറിനെ നമ്മൾ സൂം ചെയ്താൽ കാണപ്പെടുന്ന വ്യൂ ആണ്. ഈ ക്രൊമാറ്റിൻ ഫൈബറിനെ കണ്ടൻസ് ചെയ്തിട്ട് എന്തായി മാറുന്നു? ക്രോമസോംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ക്രോമസോം സ്ട്രക്ചറിനെ നമുക്ക് സെൽ ഡിവിഷൻ്റെ സമയത്താണ് ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത്രയാണ് ന്യൂക്ലിയസിനെ പറ്റി പറയാനുള്ളത്. ഇനി സൈറ്റോപ്ലാസം അല്ലേ? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? കോശദ്രവ്യം എന്നാണ് അറിയപ്പെടുന്നത്. ജെല്ലി ലൈക്ക് മെറ്റീരിയലാണ്. അതിൽ 80% വാട്ടറാണ്. ഇത് പ്രസൻറ്റ് ബിറ്റ്വീൻ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയസ്. ഇറ്റ് കണ്ടെയ്ൻസ് എ ക്ലിയർ ലിക്വിഡ് പോർഷൻ കാൾഡ് സൈറ്റോസോൾ ആൻഡ് വേരിയസ് പാർട്ടിക്കിൾസ്. അപ്പോൾ ക്ലിയർ ലിക്വിഡ് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. ഈ സൈറ്റോസോളും സെൽ ഓർഗനൽസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? പാർട്ടിക്കിൾസ് ലൈക്ക് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ്സ് ആൻഡ് ഇനോർഗാനിക് അയൺസ് എല്ലാം തന്നെ ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നുണ്ട്. സം ഓഫ് ദീസ് ഓർഗനൽസ് ആർ വിസിബിൾ ഓൺലി അണ്ടർ ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ ഓർഗനൽസ് എല്ലാം തന്നെ വിസിബിൾ ആവുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇവിടെ നോക്കിയാൽ മാത്രമേ നമുക്ക് വിസിബിൾ ആവത്തുള്ളൂ. ഗ്രാനുലാർ ആൻഡ് ഡെൻസ് ഇൻ ആനിമൽ സെൽസ് ആൻഡ് തിൻ ഇൻ പ്ലാന്റ് സെൽസ്. അപ്പോൾ നമ്മുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ആനിമൽ സെൽസിൽ ഗ്രാനുലാർ ആണ്, അതുപോലെ തന്നെ ഡെൻസ് ആയിട്ട് കാണപ്പെടുന്നതാണ്. പക്ഷെ പ്ലാന്റ് സെൽസ് എടുത്താൽ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനിലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് സ്മോൾ റോഡ് ഷേപ്ഡ് ഓർഗനൽസ് ആണ്. ഇത് ബൗണ്ടഡ് ബൈ 2 മെംബ്രെയിൻ, അതായത് ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനലാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ. ഇതിന് മെയിനായിട്ടും ഇന്നർ മെംബ്രെയിനും ഉണ്ട്, ഔട്ടർ മെംബ്രെയിനും ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആണ്, എൻക്ലോസസ് ദ കണ്ടൻസ് ഓഫ് മൈറ്റോകോൺട്രിയ. ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫോൾഡഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് ഇൻ ദ ഫോം ഓഫ് ഷെൽഫ് ലൈക്ക് ഇൻവേർഡ് പ്രൊജക്ഷൻസ് കാൾഡ് ക്രിസ്റ്റേ.
ഇപ്പോൾ ഇന്നർ മെംബ്രെയിൻ കാണപ്പെടുന്നത് പ്രൊജക്ഷൻസ് പോലെയാണ് കാണപ്പെടുന്നത്, ഫോൾഡഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ ഫോൾഡ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം. നോക്കിയേ, മൈറ്റോകോൺട്രിയയ്ക്ക് ചുറ്റും ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അത് തൊട്ടുള്ളിലായിട്ട് ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ ഫോൾഡഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഫോൾഡ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന്. അതുപോലെ തന്നെ സെല്ലിന് സൈറ്റോപ്ലാസം ഉള്ളതുപോലെ തന്നെ നമ്മുടെ മൈറ്റോകോൺട്രിയയ്ക്കും ഒരു സൈറ്റോപ്ലാസ്മിക് റീജിയൻ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് മെട്രിക്സ്. ഓക്കെ, ഈ മെട്രിക്സിലാണ് എന്തുള്ളത്, ഒരുപാട് എൻസൈംസ് ഒക്കെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ മൈറ്റോകോൺട്രിയയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവരുടേതായിട്ടുള്ള their own DNA കാണപ്പെടുന്നുണ്ട്, വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ മെനി എൻസൈമാറ്റിക് റിയാക്ഷൻസ്. ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് സിന്തസിസ് എനർജി റിച്ച് കോമ്പൗണ്ട് ഏതാണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന നമ്മുടെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന എന്താണ് ATP മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുകയാണ് മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും വലിയ ഫങ്ഷൻ. അതുപോലെ തന്നെ ATP മോളിക്യൂൾസ് എന്താ ചെയ്യുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് എനർജി ഫോർ ദ വൈറ്റൽ ആക്ടിവിറ്റീസ് ഫോർ സെൽ ലിവിങ്സ്, അല്ലെ, ലിവിങ് സെൽസിന് വേണ്ടിയിട്ടുള്ള വൈറ്റൽ ആക്ടിവിറ്റീസ് ആവശ്യമായിട്ടുള്ള എനർജി മോളിക്യൂൾ ആയിട്ടുള്ള ATPയെ പ്രൊവൈഡ് ചെയ്യുകയാണ് മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ATPയിൽ നിന്ന് ADP ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ദാറ്റ് ഒക്കേഴ്സ് വെൻ NADH ആൻഡ് FADH2 ആർ ഓക്സിഡൈസ്ഡ് ബൈ ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന എനർജി കൊണ്ട് നമ്മൾ ADPയിൽ നിന്നും ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന സിന്തസിസ് ചെയ്യുന്ന റിയാക്ഷനാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ടും ഓക്സിഡേഷനും ഫോസ്ഫോറിലേഷനും കപ്പിൾഡായിട്ടാണ് നടക്കുന്നത്, അതാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂക്യാരിയോട്സിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ എന്താ നടക്കുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നമുക്ക് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമുക്ക് അവസാനം എനർജി നമുക്ക് സിന്തസൈസ് ചെയ്യുന്നത്. ഈ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ADPയിൽ നിന്നും ATP പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ADP എന്ന് പറയുമ്പോൾ എന്താണ്, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ ഈ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയി. അങ്ങനെ ADPയിൽ നിന്നും ATP ആയിട്ട് സിന്തസൈസ് ചെയ്യാണ് എനർജിയെ. വിത്ത് എനർജി എവിടെ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ടിട്ടാണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട്. ഈ റിയാക്ഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് F0F1 ATPase എന്ന് പറയുന്ന എൻസൈം, അഥവാ F0F1 ATP സിന്തേസ് ആണ് ADPയിൽ നിന്നും ATPയെ സിന്തസൈസ് ചെയ്യുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പറയാനില്ല, എന്താണെന്ന് മാത്രം ഒന്ന് അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനിലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യജാലിക എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ ആൻഡ് വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് ആണ്, വിച്ച് ആർ ഇൻ്റർ കണക്റ്റഡ് വിത്ത് വൺ അനദർ. സം പാർട്സ് ആർ കണക്റ്റഡ് ടു ദ ന്യൂക്ലിയർ മെംബ്രെയിൻ വൈൽ അതേഴ്സ് ആർ കണക്റ്റഡ് ടു ദ സെൽ മെംബ്രെയിൻ. അതായത് നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ അതുപോലെ തന്നെ വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുകയും മറ്റേ ഭാഗം എന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് പ്രോട്ടീൻ ട്രാഫിക്കിംഗ് ആണ് ഇവിടെ മെയിനായിട്ട് ഈ ഒരു ഓർഗനിൽ നടക്കുന്നത്. അതായത് നമ്മുടെ സെല്ലിന് ആവശ്യമുള്ള പ്രോട്ടീൻസിനെ ന്യൂക്ലിയസിനകത്തേക്കും മറ്റു ഓർഗൻസിലേക്കൊക്കെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുണ്ട്, സ്മൂത്തും ഉണ്ട് റഫും ഉണ്ട്. സ്മൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് അറ്റാച്ച് ചെയ്ത് കാണപ്പെടത്തില്ല. റഫിലാണെങ്കിൽ എന്ത് ചെയ്യും, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നോക്കി ഈ പിക്ചറിൽ തന്നെ ഈ ഗ്രാനുവൽസ് പോലെ കാണപ്പെടുന്നുണ്ടല്ലോ, ഇതെല്ലാം തന്നെ റൈബോസോംസ് ആണ്. അതുകൊണ്ടാണ് അത് റഫായിട്ട് പറയുന്നത്.
റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇവിടെ നോക്കി റൈബോസോംസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതെന്താണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗീവ്സ് ഇൻറ്റേർണൽ സപ്പോർട്ട് ടു ദ സൈറ്റോപ്ലാസം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ചെയ്യുന്നത്? ദേ സെക്രീറ്ററി പ്രോട്ടീൻസ് ആൻഡ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് സെക്രീറ്ററി പ്രോട്ടീൻസും മെംബ്രെയിൻ പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്താണ് സിന്തസൈസ് ചെയ്യുന്നത്? സെൽ മെംബ്രെയിൻ ആവശ്യമായിട്ടുള്ള ലിപ്പിഡ്സ്. നമ്മൾ പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ എന്താണ്? ലിപ്പിഡ് ബൈലെയർ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലിപ്പിഡ്സിനെ സിന്തസൈസ് ചെയ്യുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇൻ ലിവർ സെൽസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഡീടോക്സിഫൈ ഡ്രഗ്സ് ആൻഡ് പോയിസൺസ്. അപ്പോൾ ലിവർ സെൽ എടുക്കുകയാണെങ്കിൽ അവർക്കും എന്തുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അപ്പോൾ അവിടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലിവറിൽ അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിനെയും പോയിസൺസിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യുകയാണ്. മസിൽ സെൽസിലാണെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാൽസ്യം അയോൺസിനെ സ്റ്റോർ ചെയ്യുകയാണ്. മസിൽ സെൽസിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത സെൽ ഓർഗനിലാണ് ഗോൾജി ബോഡീസ്. അപ്പോൾ ഈ ഗോൾജി ബോഡീസിൽ നോക്കിക്കേ, മൈറ്റോകോൺട്രിയയിൽ പോലെ തന്നെ ഫോൾസ് കാണപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഫോൾസിന് പറയുന്ന പേരാണ് സിസ്റ്റേണെ എന്ന് പറയും. ഇപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോരുത്. മൈറ്റോകോൺട്രിയയുടെ കേസിൽ ഇന്നർ ഫോൾഡിങ്സിനെയാണ് നമ്മൾ എന്താണ് പറഞ്ഞത്? ക്രിസ്റ്റേ എന്ന് പറഞ്ഞത്. പക്ഷേ ഗോൾജി ബോഡീസിൻ്റെ കേസിൽ അതിൻ്റെ പേരെന്താണ്? സിസ്റ്റേണെ എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ ഇതാരാണ് കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തത്? കാമിലിയോ ഗോൾജിയാണ് ഗോൾജി ബോഡീസ് ഡിസ്കവർ ചെയ്തത്. ഫോംഡ് ബൈ സ്റ്റാക്സ് ഓഫ് 5 to 8 membranous sacs. Sacs are usually flattened and are called the cisternae. Has 2 ends, 2 ends ഉണ്ട്. Cis face situated near the endoplasmic reticulum, trans face situated near the cell membrane. അപ്പോൾ 2 ഫേസ് ആണ് ഇവർക്കുള്ളത്. ഇതിൻ്റെ സിസ് ഫേസ് എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ ഫേസ് ചെയ്തിരിക്കും. ട്രാൻസ് ഫേസ് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിനെ ഫേസ് ചെയ്തിരിക്കും. ഇത് ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ എന്താണ്? മോഡിഫൈ സോർട്സ് ആൻഡ് പാക്സ് മെറ്റീരിയൽസ് സിന്തസൈസ്ഡ് ഇൻ ദ സെൽസ്. സെല്ലിൽ സിന്തസൈസ് ചെയ്തിട്ടുള്ള പല എന്താണ് മോളിക്യൂൾസിനെയും പാക്ക് ചെയ്യുകയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് പല പല ഓർഗനൽസിലും സെല്ലിൻ്റെ വെളിയിലേക്കും ഒക്കെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രൊഡ്യൂസസ് വാക്യൂൾസ്, അതുപോലെ സെക്രീറ്ററി വെസിക്കിൾസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോൾജി ബോഡീസാണ്. ഫോംസ് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ലൈസോസോംസും. ഈ പ്ലാസ്മ മെംബ്രെയിനെയും ലൈസോസോംസിനൊക്കെ തന്നെ സിന്തസൈസ് ചെയ്യുന്നത് ഈ ഗോൾജി ബോഡീസിൽ നിന്ന് ആണ്. ഇതാണ് ഗോൾജി ബോഡീസിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. നോക്കിയ വളരെ വലിയൊരു ഫങ്ഷനാണ് അവർക്കുള്ളത് അല്ലേ. നോക്കിയ ഗോൾജി ബോഡീസിൽ നിന്ന് കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പോകുന്നുണ്ട്. ലൈസോസോംസ് വെസിക്കിൾസ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ പ്ലാസ്മ മെംബ്രെയിനിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഒരുപാട് ഫങ്ഷൻസ് ഈ ഗോൾജി ബോഡീസ് ഉണ്ട്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനിലാണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. സ്മോൾ സ്ഫെറിക്കൽ സിംഗിൾ മെംബ്രെയിൻ സാക്കാണ്. ഫൗണ്ട് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസമാണ്. ഫിൽഡ് വിത്ത് ഹൈഡ്രോലിറ്റിക് എൻസൈംസ്. ലൈസോസോംസിനകത്ത് കാണപ്പെടുന്ന എൻസൈംസ് ആരാണ്? ഹൈഡ്രോലിറ്റിക് ആയിട്ടുള്ള എൻസൈംസ് ആണ്. occurring most animal cells and in few type of plant cells. animal സെൽസിലും പ്ലാന്റ് സെൽസിലും കാണപ്പെടുന്നുണ്ട്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് മോളിക്യൂൾസിനെ ഡൈജസ്റ്റ് ചെയ്യാണ് മെയിൻ ഫങ്ഷൻ. അതുപോലെ തന്നെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ഫോറിൻ ബോഡീസ് ഇൻവേഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് ഒക്കെ ഇൻവേഡ് ചെയ്യുമ്പോഴോ നമ്മുടെ സെല്ലിനകത്ത് വെച്ച് തന്നെ അവരെ ഡിസ്ട്രോയ് ചെയ്യുക. ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയാണ് മെയിൻ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡീഗ്രേഡേഷൻ ഓഫ് ബോൺ ഔട്ട് ഓർഗനൽസ്, അതായത് നശിച്ചു പോയ ഓർഗനൽസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡെഡ് സെൽസ് പെർഫോം ഓട്ടോലൈസിസ്. അപ്പോൾ ഡെഡ് സെൽസിൽ ഓട്ടോലൈസിസ് പെർഫോം ചെയ്യുന്നതും ലൈസോസോംസ് ആണ്. അപ്പം വളരെ വലിയൊരു ഫങ്ഷനാണ് ലൈസോസോംസിനുള്ളത്. ഇതിലെന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. അപ്പം മെയിനായിട്ടും സെല്ലിനെ പാത്തജൻസിൽ നിന്നും അതുപോലെ ഫോറിൻ ബോഡീസിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? ലൈസോസോംസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സൂയിസൈഡ് ബാഗ്സ് എന്നറിയപ്പെടുന്നത്, സെല്ലിൻ്റെ സൂയിസൈഡ് ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസോംസ് ആണ്. ഇനി അടുത്ത സെൽ ഓർഗനിലാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. ഈ റൈബോസോംസ് എന്ന് പറയുന്നത് എന്താണ്? ടൈനി ഗ്രാനുവൽ സ്ട്രക്ചേഴ്സ് ആണ്. റൈബോസോംസിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ പാർട്ടിക്കിൾസ് എന്നാണ്. ഓക്കെ,
റൈബോസോംസ് ആർ റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ പാർട്ടിക്കിൾസ് ആണ്. റൈബോസോംസ് എന്താണ്, ഒരു വർക്ക് ബെഞ്ചായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം DNA നിന്നാണ് RNA ഉണ്ടാകുന്നത്, അതായത് mRNA ഉണ്ടാകുന്നത്, mRNA നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നു അല്ലേ. അപ്പം ഈ mRNA നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റെപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിനൊരു വർക്ക് ബെഞ്ചായിട്ട് ആക്ട് ചെയ്യുന്നത് റൈബോസോംസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ആക്ടിങ് ആസ് എ ബ്ലൂ പ്രിൻ്റ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൽ വളരെ വലിയൊരു റോളാണ് റൈബോസോംസിനുള്ളത്. മെയിനായിട്ടും 2 ടൈപ്പ് ഓഫ് റൈബോസോംസ് ആണുള്ളത്. മെട്രിക്സ് റൈബോസോംസും ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ റൈബോസോംസും ഉണ്ട്. മെട്രിക്സ് റൈബോസോംസ് എന്ന് പറയുമ്പം ദീസ് സിന്തസൈസ് പ്രോട്ടീൻസ് ഡിസ്റ്റിങ്ക്റ്റ് ടു റിമെയിൻ വിത്തിൻ ദ സെല്ലിൽ റിമെയിൻ ചെയ്യുന്ന പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നത് മെട്രിക്സ് റൈബോസോംസ് ആണ്. പ്ലാസ്മ മെംബ്രെയിൻ റൈബോസോംസ് ആണ് എന്താണ്, സെല്ലിന് വെളിയിലേക്കുള്ള പ്രോട്ടീൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസിനെ സെല്ലിന് വെളിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ള പ്രോട്ടീൻസിനെ, കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്, ചാനൽസ് ഉണ്ട്, ഇവരെല്ലാം തന്നെ പ്രോട്ടീൻസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്ന റൈബോസോംസ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ റൈബോസോംസ് എന്ന് പറയുന്നത്. ഈ ഡൊമൈൻസ് നോക്കുവാണെങ്കിൽ 2 ഡൊമൈൻസ് ആണ് റൈബോസോംസിനുള്ളത്. ലാർജ് ഡൊമൈനുണ്ട്, സ്മോൾ ഡൊമൈനുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷണൽ ഡൊമൈൻ എന്നും പറയാം, എക്സിറ്റ് ഡൊമൈൻ എന്നും പറയുന്നുണ്ട്. ട്രാൻസ്ലേഷണൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ റീജിയനാണ് ട്രാൻസ്ലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, mRNA നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അപ്പർ ഹാഫിലാണ് നമ്മുടെ ട്രാൻസ്ലേഷണൽ ഡൊമൈൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ലാർജ് സബ് യൂണിറ്റും ഉണ്ട്, സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. അപ്പം ലാർജ് സബ് യൂണിറ്റിലാണ് നമ്മുടെ ട്രാൻസ്ലേഷണൽ ഡൊമൈൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി എക്സിറ്റ് ഡൊമൈൻ ഉണ്ട്. അതായത് ഇങ്ങനെ mRNA നിന്നും സിന്തസൈസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ്, പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിട്ടായിരിക്കും വരുന്നത് mRNA നിന്നും. ഈ പെപ്റ്റൈഡ് ചെയിനിനെ എമർജ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ലാർജ് സബ് യൂണിറ്റിൽ നിന്ന് എമർജ് ചെയ്തിട്ട് എക്സിറ്റ് ഡൊമൈനിലൂടെയാണ് വെളിയിൽ പോകുന്നത്. അങ്ങനെ പോകുന്ന ആ ഒരു വെളിയിലേക്ക് പോകുന്നൊരു റീജിയൻ നമ്മൾ എക്സിറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്മോളർ സബ് യൂണിറ്റിൻ്റെ അകത്തായിട്ടാണ് ഈ എക്സിറ്റ് ഡൊമൈൻ കാണപ്പെടുന്നത്. ഇനി നമ്മുടെ പ്രോക്യാരിയോട്ടിക് റൈബോസോംസും യൂക്യാരിയോട്ടിക് റൈബോസോംസും എടുക്കണമെങ്കിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രോക്യാരിയോട്ടിക് റൈബോസോംസ് കോമൺലി പറയുന്നത് 70S റൈബോസോംസ് ആണ്. എസ് എന്ന് പറയുന്നത് സിഡ്ബർഗ് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം ദീസ് ഹാവ് ഡയമെൻഷൻസ് അബൌട്ട് 14 to 15 നാനോമീറ്റർ. മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.7 മില്യൺ ഡാൾട്ടൻസ് ആണ്. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. അപ്പോൾ ഈ 70S റൈബോസോംസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 2 സബ് യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണല്ലോ. 50S ഉണ്ട്, 30S ഉണ്ട്. ലാർജ് സബ് യൂണിറ്റ് ആണ് 50S, സ്മോളർ സബ് യൂണിറ്റ് ആണ് 30S. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ യൂക്യാരിയോട്ടിക് റൈബോസോംസ് എന്ന് പറയുന്നത് നമ്മൾ 80S റൈബോസോംസിനെയാണ് യൂക്യാരിയോട്ടിക് റൈബോസോംസ് എന്ന് പറയുന്നത്. അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ലാർജ് സബ് യൂണിറ്റ് നമ്മൾ 60S എന്നും സ്മോൾ സബ് യൂണിറ്റ് നമ്മൾ 40S എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ ഓഫ് റൈബോസോം നോക്കുവാണെങ്കിൽ റൈബോസോംസ് ആർ നോട്ട് ബൗണ്ടഡ് ബൈ മെംബ്രെയിൻ ബൗണ്ടഡ് അല്ലാത്തൊരു ഓർഗനൽ ഏതാണെന്ന് വെച്ചാൽ അത് റൈബോസോംസ് ആണ്. ഓക്കെ, ദീസ് ആർ നോട്ട് ബൗണ്ടഡ് ബൈ മെംബ്രെയിൻ. Prokaryotic ribosomes are smaller and less dense than eukaryotic ribosomes. Ribosomes are composed of 2 subunits. അപ്പോൾ ഓരോ സബ്യൂണിൽ എന്തുണ്ട്, പ്രോട്ടീനും ഉണ്ട്, അതുപോലെ ഒരു ടൈപ്പ് ഓഫ് RNAയും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ RNAയ്ക്കാണ് നമ്മൾ റൈബോസോമൽ RNA എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റൈബോസോംസിനും അതിൻ്റെ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, RNA പാർട്ടും ഉണ്ട്. ഈ RNA പാർട്ടിന് പറയുന്ന പേരാണ് റൈബോസോമൽ RNA എന്ന്. നോക്കിക്കേ, പ്രോക്യാരിയോട്ടിക് റൈബോസോമിൻ്റെ സ്ട്രക്ചർ നോക്കിയേ, ലാർജ് സബ് യൂണിറ്റും ഉണ്ട്, സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. ഈ ലാർജ് സബ് യൂണിറ്റിന് പറഞ്ഞ പേരാണ് 50S, സ്മോളർ സബ് യൂണിറ്റിന് പറഞ്ഞ പേരാണ് 30S. അപ്പോൾ ലാർജ് സബ് യൂണിറ്റ് 50S എന്തൊക്കെയുണ്ട്, 23S ഉണ്ട്, അതുപോലെ തന്നെ 5S rRNA ഉണ്ട്, 23S rRNA ഉണ്ട്,
5s RNA ഉണ്ട് അല്ലേ, പ്രോട്ടീൻ ഉണ്ട്, RNA ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 50s RNA ഏതൊക്കെയാണ്? 23s rRNA, 5s rRNA. അതുകൂടാതെ തന്നെ 34 പ്രോട്ടീൻസ് ഉണ്ട്. ഇനി 30s 16s rRNA ഉണ്ട്. അതുപോലെ തന്നെ 21 പ്രോട്ടീൻസും പ്രസൻ്റ് ആണ്. ഓക്കെ, ഈച്ച് സബ്യൂണിറ്റ് ഈസ് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൻ്റെ ഓരോ കമ്പോണൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 50s എന്തൊക്കെയുണ്ട്, 30s എന്തൊക്കെയുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാമേലിയൻ റൈബോസോംസ് അഥവാ യൂക്യാരിയോട്ടിക് റൈബോസോംസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരെന്താണ് പറയുന്നത്? 80s റൈബോസോംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 4.2 × 10⁶ ഡാൾട്ടൺസ് ആണ്. നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇതിനും ലാർജ് സബ്യൂണിറ്റി ഉണ്ട്, സ്മോളർ സബ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ 80s അഥവാ യൂക്യാരിയോട്ടിക് റൈബോസോംസിൻ്റെ ലാർജ് സബ്യൂണിറ്റിന് പറയുന്ന പേരാണ് 60s സബ്യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്മോളർ സബ്യൂണിറ്റിന് 40s എന്നും പറയും. ഈ 60s റൈബോസോംസ് 60s സബ്യൂണിറ്റിൽ എന്തൊക്കെയുണ്ട്? RNA ഉണ്ട്, പ്രോട്ടീനും ഉണ്ട് അല്ലേ. ഏതൊക്കെ RNA ഉള്ളത്? 20s rRNA ഉണ്ട്, 5.8s rRNA ഉണ്ട്, 5s rRNA ഉണ്ട്. അപ്പോൾ 3 RNA കമ്പോണൻസ് ആണുള്ളത് 60s. 28s rRNA, 5.8s rRNA, 5s rRNA. അതുകൂടാതെ തന്നെ 49 പ്രോട്ടീൻസും പ്രസൻ്റ് ആയിട്ടുണ്ട്. 40s എടുക്കുകയാണെങ്കിൽ 18s rRNA ആണുള്ളത്. അതുകൂടാതെ തന്നെ 33 പ്രോട്ടീൻസും പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേബിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രോക്യാരിയോട്ടിക് 70s റൈബോസോംസിൻ്റെ കമ്പോണൻസും RNA കമ്പോണൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ യൂക്യാരിയോട്ടിക് അഥവാ മാമേലിയൻ റൈബോസോംസിൻ്റെ സബ് യൂണിറ്റ്സും അതിൽ ഓരോ RNA ആൻഡ് പ്രോട്ടീൻ കമ്പോണൻസും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് മൈക്രോ ബോഡീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. ഈ മൈക്രോ ബോഡീസ് എന്ന് പറയുമ്പോൾ എന്താണ്? They contain enzymes that participate in biochemical reactions within the cell. മൈക്രോ ബോഡീസിലെ എൻസൈംസ് പ്രസൻ്റ് ആണ്. ഇവർ നമ്മുടെ സെല്ലിൻ്റെ ആവശ്യമായിട്ടുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസിലെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ദിസ് ഫെസിലിറ്റേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്സ്, ആൽക്കഹോൾസ് ആൻഡ് അമിനോ ആസിഡ്സ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോ ബോഡീസ് പ്രസൻ്റ് ആണ്. അപ്പോൾ അവർക്കെല്ലാം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ടും 2 മൈക്രോ ബോഡീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പെറോക്സിസോംസ്, സെക്കൻഡ് വൺ ഈസ് ഗ്ലയോക്സിസോംസ്. പെറോക്സിസോംസ് എന്താണെന്ന് നോക്കാം. ദ ഫങ്ഷൻസ് ടു ഹെൽപ്പ് ഇൻ ദ ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് നമ്മളുടെ പെറോക്സിസോമിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എൻസൈംസ് ലൈക്ക് ഓക്സിഡൈസ് വിച്ച് ക്യാൻ ക്രിയേറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് എൻസൈമാറ്റിക് റിയാക്ഷൻ. അപ്പോൾ ഇതിന് ഓക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈം പ്രസൻ്റ് ആണ്. അപ്പോൾ ഓരോ റിയാക്ഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ബൈ പ്രോഡക്റ്റായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിത്തിൻ ദ പെറോക്സിസോം ഹൈഡ്രജൻ പെറോക്സൈഡ് ക്യാൻ then be converted to water by enzymes like catalase, peroxidase, etc. അപ്പോൾ പെറോക്സിസോം എന്ന് പറയുന്ന പേര് വരാൻ തന്നെ കാരണം എന്താണ്? അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്ന കാരണമാണ് അല്ലേ. ഓരോ റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ബൈ പ്രോഡക്റ്റായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? വാട്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലൈസ് ആൻഡ് പെറോക്സിഡേസ്. ഓക്കെ, ഈ എൻസൈംസ് കാറ്റലൈസിൻ്റെയും പെറോക്സിഡേസിൻ്റെയൊക്കെ എൻസൈംസിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതാണ് പെറോക്സിസോമിൽ നടക്കുന്ന മെയിൻ റിയാക്ഷൻ. ഇനി ഗ്ലയോക്സിസോംസ് നോക്കാം. ദേ ആർ സ്പെഷ്യലൈസ്ഡ് മൈക്രോബോഡീസ് ആണ്, ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് മോൾഡ്. പ്ലാന്റ്സിലും മോൾഡിലുമാണ് ഗ്ലയോക്സിസോം മെയിനായിട്ട് കാണപ്പെടുന്നത്. വിച്ച് ഹെൽപ്പ് ടു കൺവേർട്ട് സ്റ്റോർഡ് ലിപ്പിഡ്സ് ടു കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ലിപ്പിഡ്സിനെ കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. So they can be used for plant growth. In glyoxysomes, the fatty acids are hydrolyzed to acetyl-CoA. അപ്പോൾ ഗ്ലയോക്സിസോമിൽ എന്താ മെയിനായിട്ട് നടക്കുന്നത്? നമ്മുടെ സ്റ്റോർഡ് ലിപ്പിഡ്സിനെയൊക്കെ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റുന്ന ഓർഗനാണ് ഗ്ലയോക്സിസോം. ഇത് മെയിനായിട്ട് പ്ലാന്റ്സിലും മോൾഡിലുമാണ് കാണപ്പെടുന്നത്. ഫാറ്റി ആസിഡ്സിനെ, അപ്പോൾ ഗ്ലയോക്സിസോംസിലുള്ള നമ്മുടെ ഫാറ്റി ആസിഡ്സിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് അസറ്റൈൽ-CoA ആക്കി മാറ്റും by peroxisomal B oxidation enzymes. Besides peroxisomal functions, glyoxysomes also possess the key enzyme of glyoxylate cycle.
അപ്പോൾ ഗ്ലയോക്സിലേറ്റ് സൈക്കിളിനുള്ള കീ ആയിട്ടുള്ള എൻസൈംസിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഗ്ലയോക്സിസോംസ് ആണ്. അപ്പോൾ ഇതാണ് ഗ്ലയോക്സിസോംസിൻ്റെയും പെറോക്സിസോമിൻ്റെയും മെയിൻ ഫങ്ഷൻസ് ആൻഡ് ദ റിയാക്ഷൻസ്. ഓക്കെ, അവിടെ ഓരോന്നിനും നടക്കുന്ന റിയാക്ഷൻസും ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സെൽ ഓർഗനൽസ്. വളരെ പ്രധാനപ്പെട്ട ഓർഗനൽസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.